കൊല്ലം സുധിയുടെ രണ്ടാം ഭാര്യയാണ് രേണു എന്ന് ഏവർക്കും അറിയാവുന്ന കാര്യമാണ്. ആദ്യ ഭാര്യയായ ശാലിനിയുമായുള്ള വിവാഹബന്ധം വേർപിരിഞ്ഞതിന് ശേഷം സുധി രേണുവിനെ വിവാഹം കഴിക്കുകയായിരുന്നു. ശാലിനിയും പിന്നീട് മറ്റൊരാളെ വിവാഹം ചെയ്തു. എന്നാൽ പിന്നീട് അവർ മരണപ്പെട്ടു. മകൻ കിച്ചുവിനെയും കൊണ്ട് സ്നേഹിച്ച ആൾക്കൊപ്പം ശാലിനി പോയപ്പോൾ കേസ് കൊടുത്ത് കുഞ്ഞിനെ തിരിച്ചു വാങ്ങുകയായിരുന്നുവെന്നാണ് രേണു സുധി ഇതേക്കുറിച്ച് പറഞ്ഞത്. ശാലിനി പോയ കാര്യം വീട്ടിലൊരു മാസത്തോളം സുധി പറഞ്ഞിരുന്നില്ല എന്നും രേണു അടുത്തിടെ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ഇതിനിടയിലാണ് കൊല്ലം സുധിയുടെ രണ്ടാം ഭാര്യ ഞാനായിരുന്നുവെന്ന വെളിപ്പെടുത്തലുമായി പുതിയ ഒരു സ്ത്രീയും രംഗത്ത് വന്നിരിക്കുന്നത്. ഈ വിവാദങ്ങളിലേക്ക് കടന്നു വരാൻ താല്പര്യം ഇല്ലാതിരുന്നുവെങ്കിലും രേണു തന്നെ അധിക്ഷേപിച്ച് സംസാരിച്ചതിനെ തുടർന്നാണ് ഇപ്പോൾ കാര്യങ്ങൾ തുറന്നു പറഞ്ഞതെന്നും രേണു കാരണമാണ് ഞങ്ങളുടെ ബന്ധം തകർന്നതെന്നും റിയൽ ആൻഡ് റിയൽ മീഡിയ വർക്ക് എന്ന യൂട്യൂബ് ചാനൽ നൽകിയ ഓഡിയോ അഭിമുഖത്തിൽ ഈ യുവതി അവകാശപ്പെടുന്നു. കൊല്ലം സുധി രേണുവിന് മുൻപ് വിവാഹം കഴിച്ചത് തന്നെയായിരുന്നുവെന്നാണ് പേര് വെളിപ്പെടുത്താൻ ആഗ്രഹമില്ലാത്ത ആ യുവതി പറയുന്നത്. പലർക്കും എന്നെ അറിയാമെന്നും അവർ വ്യക്തമാക്കുന്നു. രേണുവിനെ ഏതെങ്കിലും തരത്തിൽ നാണം കെടുത്തണമെന്നോ അവരുടെ ഇമേജിനെ ബാധിക്കുന്ന തരത്തിൽ എന്തെങ്കിലും ചെയ്യണമെന്നോ ഇല്ല. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് എന്റെ ജീവിതത്തിൽ കുറച്ച് ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും വന്നതുകൊണ്ട് ഇത് പറഞ്ഞേ പറ്റൂ എന്നും ആ യുവതി വ്യക്തമാക്കുന്നു. 2012 സുധി എന്നെ നിയമപരമായി വിവാഹം ചെയ്യുന്നത്. 6-7 വർഷങ്ങൾക്ക് മുൻപ് നിയമപരമായി തന്നെ വേർപിരിഞ്ഞു. കൊല്ലത്തെ കോടതിയിൽ വെച്ചായിരുന്നു ഡിവോഴ്സ്. ആ വിവാഹമോചനത്തിലേക്ക് എത്താൻ കാരണവും ഈ രേണു തന്നെയാണ്. ഇപ്പോൾ എന്നെ അറിയാവുന്ന കുറെ ആളുകളോട് രേണു പറഞ്ഞുകൊണ്ട് നടക്കുന്നത് ഞങ്ങൾ ലിവിംഗ് ടുഗദറിലായിരുന്നു, 1 വർഷം ഇങ്ങനെ കൊണ്ടു നടക്കുകയായിരുന്നു എന്നൊക്കെയാണ്. കൊല്ലത്തെ ഒരു ഷൂട്ടിനിടയിൽ ഞങ്ങളുടെ ഫാമിലി ഫ്രണ്ടായ ചേച്ചി രേണുവിനോട് എന്നെ അറിയുമോ എന്ന് ചോദിച്ചിരുന്നു. അപ്പോഴാണ് എന്റെ സുധിച്ചേട്ടന്റെ കൂടെ അവൾ 1 വർഷം താമസിച്ചു എന്നേ ഉള്ളൂ, കല്യാണമൊന്നും കഴിച്ചിട്ടില്ല എന്ന് രേണു പറയുന്നത്. എന്നാൽ അത് ശരിയല്ലെന്നും യുവതി പറയുന്നു. എന്റെ അമ്മയുടെ പേരിൽ ഉണ്ടായിരുന്ന 15 സെന്റ് വസ്തു വിറ്റിട്ടാണ് ഞങ്ങൾ കൊല്ലത്തേക്ക് വരുന്നത്. കലാരംഗത്ത് ഞാൻ ഉണ്ടായിരുന്നെങ്കിലും കൂടുതൽ അവസരങ്ങളിലേക്ക് കൊണ്ടുവന്നത് പുള്ളി തന്നെയായിരുന്നു. ഞാനും മിമിക്രി ഭാഗത്തായിരുന്നു. ഏഷ്യാനെറ്റിൽ നിൽക്കുന്ന സമയത്താണ് വിവാഹം. ഇതൊക്കെ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന എല്ലാവർക്കും അറിയാം. കൃത്യമായി പറയുകയാണെങ്കിൽ 2012 ഡിസംബർ 26-നാണ് സുധി എന്നെ വിവാഹം ചെയ്യുന്നത്. കൊല്ലത്തെ ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു വിവാഹം. അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളും ബന്ധുക്കളും എന്റെ ബന്ധുക്കളും എല്ലാം ചേർന്നാണ് വിവാഹം നടത്തിയത്. പരിപാടികളൊക്കെ പോകുന്ന സമയത്ത് എല്ലാവരും ഓരോന്ന് പറയുമായിരുന്നു. അങ്ങനെ ഞാൻ തന്നെയാണ് നമുക്ക് തമ്മിൽ വിവാഹം കഴിച്ചുകൂടെ എന്ന് ചോദിച്ചത്. അങ്ങനെ കല്യാണം കഴിച്ച് നേരെ വീട്ടിലേക്കാണ് കൊണ്ടുപോയത്. അവിടെ റിസപ്ഷനും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. കിച്ചുവിന്റെ അമ്മ ശാലിനിയും ഞാനുമായും നല്ല ബന്ധമായിരുന്നു. ഫോണിൽ വിളിക്കും. രേണു സുധി ചാനലിൽ വന്ന് പറഞ്ഞ പല കാര്യങ്ങളും കള്ളത്തരങ്ങളാണെന്നും യുവതി കൂട്ടിച്ചേർക്കുന്നു. യുവതിയുടെ ഈ ഓഡിയോയാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത്.